നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താൻ എന്തിനാ മുഖം ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? ഒരു 5 മിനിറ്റ് കാത്തു നിന്നാൽ എന്തായിരുന്നു സാറിന്? ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരുമായിരുന്നല്ലോ. ആ പാവങ്ങളെ വിശന്നിട്ട്. എങ്ങനെ പാവങ്ങളാ? എന്റെ പെങ്ങന്മാരാ ബെസ്റ്റ്. എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരബദ്ധം. ഞാൻ വെളുപ്പിന് തന്നെ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഇങ്ങനെയുണ്ടോ തിടുക്കം കാണിക്കുന്നത്? നന്ദിനി, മുമ്പൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോ താൻ എന്നോട് പറയാറുണ്ടായിരുന്നു നല്ല മനസ്സോടെ പോകണമെന്ന്. എടോ, താൻ ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ അമ്പലത്തിൽ എത്തില്ല. താൻ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞല്ലേ, അത് അവൾക്ക് വേണ്ടി. അപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിക്കാതിരുന്നൂടെ? അല്പം ശുദ്ധിയോടെയെങ്കിലും അമ്പലത്തിൽ പോയിക്കോട്ടെന്ന് കരുതിക്കൂടെ അവർക്ക്? പകരം പിടിച്ച് അടുക്കളെ കൊണ്ടു നിർത്തി. താനാണെങ്കിൽ പറയും വേണ്ട. ത്യാഗം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചോണ്ട് നടക്കല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവരോട് അഹങ്കരിക്കണം? കുറച്ച് അഹങ്കരിച്ചാലും കുഴപ്പമില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഓഫ്, തന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയൂ? ആ മുറിക്കകത്ത് എവിടെയെങ്കിലും പൂട്ടിയിടണം. അടുക്കളയ്ക്കകത്ത് കയറാനും സമ്മതിക്കരുത്. എന്നിട്ട് കഴിക്കാൻ നേരത്ത് മാത്രം കൈ പിടിച്ച് താഴേക്ക് കൊണ്ടുവരണം. പിന്നെ എന്നിട്ട് ഞാൻ കഴിച്ചാൽ തന്നെ എനിക്ക് പറ്റില്ല അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നെ. ഒരു കാര്യം ചെയ്യ്, ഇനി മുതല് എന്റെ കൂടെ കമ്പനിയിലേക്ക് പോന്നു. അവിടെ ജോലി ചെയ്തോ, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ദേ തുടങ്ങി. എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും ഒരു കമ്പനി എന്ന് പറഞ്ഞ് വേടിപ്പിക്കില്ല. ഇതുവരെ കമ്പനിയിൽ കൊണ്ടുപോയതൊക്കെ മതിയായി. ഇനി ഞാനില്ല. ഈശ്വരാ, എന്താ ചെയ്യ? സാധാരണ ഭർത്താക്കന്മാര് ഭാര്യമാര് ജോലി ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാണെന്ന് പറയും. ഇതിപ്പോ ജോലി ചെയ്യണ്ടെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റാണോ? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. ഈ നാട്ടിലെ ഭാര്യമാരെ സ്നേഹിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ? സ്നേഹം കൊണ്ടല്ലോ, അവരോടുള്ള ദേഷ്യം കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. ആര് പറഞ്ഞു അവരോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന്? സ്നേഹം കൊണ്ട് തന്നെയാ. ശരിക്കും വിശ്വസിപ്പിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കുറച്ചു നേരം വണ്ടി ഇവിടെ നിർത്തിയിട്ട് സ്നേഹിക്കട്ടെ ഞാൻ? എങ്ങനെയാ സ്നേഹിക്കുന്നത്? അത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ എടുത്ത് പട്ടം കറക്കി, പറ്റുമെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി. അയ്യോ, പാട്ടൊന്നും വേണ്ട. പിന്നെന്താ, എടുത്ത് പട്ടം കറക്കണോ? അതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഈ നല്ല വഴിപാടിനൊക്കെ പോകുമ്പോഴേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചൂടാ. അതിനാരാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത്? ഞാൻ എന്താ അനാവശ്യം പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. എന്നാലും എന്തെന്നാലും ചിലതൊന്നതേ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. എന്നാലേ എനിക്ക് ചിലതൊക്കെ പിടിക്കുന്നുണ്ട്. എന്ത്? ഒന്നുമില്ല, വണ്ടി ഓട്ടെ. എന്താടോ? അതെ, ഈ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? അതിപ്പോ എവിടെയാ കിട്ടുക? കളിയാക്കല്ലേ. ഇപ്പൊ പൂജാ സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, എന്നാ നടക്ക്.
എന്താ വേണ്ടേ? ചേട്ടാ ഒരു അർച്ചനത്തട്ടം ആ. ഒരു മാലയും വേണം. ശരി.